ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജോബ് ഹണ്ടറിൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു ബൾക്ക് റിക്രൂട്ട്മെൻറ്റ് ഡീറ്റെയിൽസുമായിട്ടാണ്. നമ്മുടെ കേരളത്തിൽ ഏകദേശം 150ഓളം ഒഴിവുകളിലേക്ക് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് ഫേമിലായിട്ടാണ് ഈ വേക്കൻസീസ് വന്നിട്ടുള്ളത്. ഏകദേശം 150ഓളം ഒഴിവ് വന്നിട്ടുണ്ട്. ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. നിങ്ങൾക്ക് മറ്റു മേഖലയിൽ എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ ഈവൻ ഒരു ഫ്രഷർ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതുമാത്രമല്ല, ITI കഴിഞ്ഞ കാൻഡിഡേറ്റ്സ്, ഡിപ്ലോമ കഴിഞ്ഞ കാൻഡിഡേറ്റ്സ്, അതേപോലെ BTech ഈവൻ നിങ്ങൾക്ക് സപ്ലൈ ഉണ്ട്, അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഫെയിൽ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ഒരു ജോലിയിൽ ഈ പ്രോസസ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിൻ്റെ സെലക്ഷൻ വരുന്നത്, ഇതിൻ്റെ സാലറി കാര്യങ്ങൾ എന്താണ് വരുന്നത്, എന്താണ് ഈ ഒരു ജോലിയിൽ നമ്മൾ ചെയ്യേണ്ടത് മുതലായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ജോബ് വേക്കൻസീസും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് നിങ്ങൾ ആ ഒരു ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് കിടക്കാം. ഇലക്ട്രോണിക്സിൻ്റെ മാനുഫാക്ചറിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. നമ്മുടെ കൊച്ചി ലൊക്കേഷനിലാണ് 150ഓളം വേക്കൻസീസ്, ഓപ്പറേറ്റേഴ്സ് പൊസിഷനിൽ വേക്കൻസി വന്നിട്ടുള്ളത്. ജോലിയുടെ സ്വഭാവം നോക്കുകയാണെങ്കിൽ മെയിൻലി ഈ ഒരു പിക്ചറിൽ കാണുന്ന പോലെ തന്നെ അസംബ്ലിങ്ങിലായിരിക്കും മെയിൻലി നിങ്ങളുടെ ജോലി വരുന്നത്. ഇലക്ട്രോണിക്സിൻ്റെ ഡിസൈൻ കാര്യങ്ങൾ, ബിൽ ഓഫ് മെറ്റീരിയൽസ്, ആ ഒരു ഡിസൈൻ നോക്കിയിട്ട് അത് അസംബിൾ ചെയ്യാൻ മുതലായ മേഖലയിലാണ് നിങ്ങൾക്ക് ഇതിൽ ജോലി വരുന്നത്. ബേസിക്കലി ഒരു ഇൻഡസ്ട്രി ടൈപ്പ് ജോലിയായിരിക്കും നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ഇതിൻ്റെ മറ്റു ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാവുന്നതാണ്, അതല്ലെങ്കിൽ ഒരു വർഷമൊക്കെ സമാന മേഖലയിൽ എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത ഇതിൽ അവർ കൊടുത്തിട്ടുണ്ട്, ITI അല്ലെങ്കിൽ ഡിപ്ലോമ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സോ ഇത് കൂടാതെ BTech നിങ്ങൾക്ക് യോഗ്യതയുണ്ട്, പക്ഷേ BTechന് നിങ്ങൾക്ക് സപ്ലി അല്ലെങ്കിൽ ഈവൻ നിങ്ങൾ ഫെയിൽ ആണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഇവിടെ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഏതൊക്കെ സ്ട്രീംസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാമെന്ന്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡിപ്ലോമയിലാണെങ്കിൽ മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഓട്ടോമേഷൻ, മെഷീനിങ്, ടൂൾ ആൻഡ് ഡൈ, മെക്കട്രോണിക്സ് കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഈവൻ ITI ആണെങ്കിൽ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഫിറ്റർ, ടേണർ, ടൂൾ ആൻഡ് ഡൈ, മെഷീനിസ്റ്റ്, AC മെക്കാനിക്, ഓട്ടോമേഷൻ കഴിഞ്ഞവർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി BTech കഴിഞ്ഞ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ BTech മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ട്രിപ്പിളി, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതേപോലെ ഇൻസ്ട്രുമെന്റേഷൻ, ഓട്ടോമൊബൈൽ, മെക്കട്രോണിക്സ് മേഖലയിലൊക്കെ BTech സപ്ലൈ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതൊരു ഷിഫ്റ്റ് ബേസ്ഡ് വർക്ക് ആണെന്ന് അവർ പറയുന്നുണ്ട്. സാലറി 14,000 to 18,000 ആണ് വരുന്നത്. അതുകൂടാതെ നിങ്ങൾക്ക് ESI, PF, അതേപോലെ റൂം, ഫുഡ്, ഓവർ ടൈം ആൻഡ് അറ്റൻഡൻസ് ബോണസ് മുതലായ കാര്യങ്ങളൊക്കെ ഈ ഒരു ജോലിയിൽ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്ന് അവർ പറയുന്നുണ്ട്. വർക്ക് ലൊക്കേഷൻ ഞാൻ പറഞ്ഞു കൊച്ചിയിലാണ്, കൊച്ചിയിൽ കളമശ്ശേരിയിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത്. സോ അടുത്ത ഒരു ഡൗട്ട്, ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ്. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള CV ഈ കാണുന്ന ഇമെയിൽ IDയിലേക്ക് അയച്ചു കൊടുത്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഒരു ഫോൺ നമ്പർ കൂടി അവർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തും നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ വളരെ നല്ലൊരു അവസരമാണ്, ഫ്രഷേഴ്സിനെ സംബന്ധിച്ചൊക്കെ വളരെ നല്ലൊരു അവസരമാണ്. ടെക്നിക്കൽ മേഖലയിൽ ഈവൻ BTech ഒക്കെ കഴിഞ്ഞ് അരിയേഴ്സ് ഉള്ള കാൻഡിഡേറ്റ്സിനൊക്കെ സംബന്ധിച്ച് ഇത് വളരെ നല്ലൊരു അവസരമാണ്. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്, മറ്റു പേയ്മെന്റ്സോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ, ഈ ഒരു വേക്കൻസി അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.